Morning. How are you? Are you fine there? Fine? Yes. Then all are open our textbooks, EVS textbook. Today we are studied our chapter 10. Then about birds. All are open textbook. Ready? Yes. Last chapter we are studied that creepy crawlies. Most of insects, spider, then worms, അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? ആനിമൽസ് അറൗണ്ട് us, ആനിമൽസിനെ കുറിച്ച് പഠിച്ചു. ദിസ് ചാപ്റ്റർ സ്റ്റഡീഡ് ദാറ്റ് അബൌട്ട് ബേർഡ്സ്. ബേർഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? യെസ്. ദെൻ ഓൾ ആർ ലിസൺ അവർ ടെക്സ്റ്റ് ബുക്ക്. Yes. Then you know most birds are 2 legs and wings. അല്ലേ? Wings are help us to fly. അല്ലേ? ബേർഡ്സിന് എന്തുണ്ട്? 2 കാലുണ്ട്, അതുപോലെ തന്നെ വിങ്സ്, ചിറകുകളുണ്ട്. ഈ ചിറകുകളാണ് എന്ത് ചെയ്യുന്നത്? ബേർഡ്സിനെ ഫ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ these birds are the only animals that have feathers. ഈ ആനിമൽസിൽ ഒരൊറ്റ ആനിമൽസിനാണ് ബേർഡ്സിനെ പോലെ ഫെതേഴ്സ് ഉള്ളത്. അതാരാണെന്നറിയോ? ബാറ്റ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാറ്റ്. ബേർഡ്സ് ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, ട്രങ്ക്, വിങ്സ്, ലെഗ്സ് ആൻഡ് ടെയിൽ. ഓക്കെ. ബേർഡ്സ് ബോഡി എന്താണ്? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഹെഡ്, ട്രങ്ക്, വിങ്സ്, ലെഗ്സ് ആൻഡ് ടെയിൽ. ഓക്കെ. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? യെസ്. നെക്സ്റ്റ് നിങ്ങൾ ഒരു ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ചെയ്യണം. മിസ്സൊന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്താണെന്നറിയോ? നെയിം ദ ബേർഡ്സ് യു ഹാവ് സീൻ. നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ബേർഡ്സ്, നിങ്ങൾ കണ്ടിട്ടുള്ള ബേർഡ്സ് അതേതൊക്കെ ഇവിടെ എഴുതാം. 4 ബേർഡ്സിൻ്റെ നെയിം എഴുതാം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ മൈ ഹൗസ്. നിങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലേ? നമ്മളെ വീട്ടിൽ നമ്മൾ ഹെന്ന്, ഡക്ക്, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, പാരറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളെ വീട്ടിലുള്ള ബേർഡ്സ്. ഓക്കെ. നെക്സ്റ്റ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്തിലൂടെ നല്ല വിശാലമായി പറക്കുന്ന ബേർഡ്സ്. നെക്സ്റ്റ് ഇൻ എ ട്രീ. മരത്തിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്യുന്ന, താമസിക്കുന്ന, വന്നിരിക്കുന്നൊക്കെ ബേർഡ്സ് ഉണ്ടാവുമല്ലോ, അത്. നെക്സ്റ്റ് ഇൻ വാട്ടർ. അക്വറ്റിക് ബേർഡ്സ്, വെള്ളത്തിലുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഓരോന്നായിട്ട് എഴുതണം. ഓക്കെ. ഞാൻ സെൻഡ് ചെയ്ത് തരില്ല, നിങ്ങൾ സ്വയം ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് പാർട്സ് ഓഫ് എ ബേർഡ്. ഇനി നമ്മുടെ ബേർഡിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ച് ഇവിടെ നോക്കിയേ. ഒരു പാരോട്ടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഐ, ബീക്ക്, ക്ലോ, ട്യൂ ആൻഡ് ടെയിൽ, വിങ്സ്, ഫ്ലൈറ്റ്, ഫെതേഴ്സ്. കണ്ടോ? ഇതൊക്കെയാണ് എന്ത്? ഒരു ബേർഡ്സിൻ്റെ ബോഡി പാർട്സ്. നെക്സ്റ്റ് ഒബ്സർവ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ബേർഡ്. ബേർഡ്സ് ഹാവ് ബീക്സ് ആൻഡ് ക്ലോക്സ്. അല്ലേ? ബേർഡ്സിന് എന്തുണ്ട്? കൊക്കുകളുണ്ട്. അതുപോലെ തന്നെ ഇറുക്കുന്ന, അതിൻ്റെ തിരയൊക്കെ എന്ത് ചെയ്യുന്നത്? ഇറുക്കി പിടിക്കും. ഇങ്ങനെ അതിനാണ് പറയുക ക്ലോസ് എന്ന്. ദെൻ വിങ്സ് ഹെൽപ്പ് ദം ടു ഫ്ലൈ. ഓക്കെ. നെക്സ്റ്റ് ഹൗ ഡസ് എ ബേർഡ് ഫ്ലൈ. എങ്ങനെയാണ് ബേർഡ്സിനെ പറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. The following feathers help a bird to fly. Following feathers help birds to fly. ഏതൊക്കെയാണ്? Birds has a boat shaped body. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ബേർഡ്സിന്? ബോട്ട്സിന് എന്തുണ്ട്? ഒരു ബോട്ട് ഷേപ്പ്ഡ് ബോഡിയാണ്, ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ് അല്ലേ? നെക്സ്റ്റ് ഇറ്റ് ഹാസ് സ്ട്രോങ് വിങ്സ്. നല്ല കരുത്തുള്ള എന്തുണ്ട്? വിങ്സ്, ചിറകുകളുണ്ട്. ഇറ്റ് ഹാസ് ഓളോ ബോൺസ് ഫിൽഡ് വിത്ത് എയർ വിച്ച് മേക്ക് ഇറ്റ് ലൈറ്റ്. എന്താണ്? നല്ല വെയിറ്റ് ഇല്ലാത്ത, എന്താ പറയുക, എയർ ഫില്ല് ചെയ്ത ബോൺസ് ആണ് ബേർഡ്സിൻ്റേത്. ഓക്കെ. ദ ടെയിൽ ഓഫ് എ ബേർഡ് ഹെൽപ്സ് ഇറ്റ് ടു ചേഞ്ച് ഡയറക്ഷൻ. അതുപോലെ തന്നെ ബേർഡ്സിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, അതാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ചേഞ്ച് ചെയ്യാൻ, ഡയറക്ഷൻസ്, ദിക്ക് മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് ബേർഡ്സിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ, എന്താ പറയുക, ഫീച്ചേഴ്സ്. Okay, first one, birds has a boat shaped body. It has strong wings. Next, it has hollow bones filled with air which make it light. Okay, tail of a bird helps it to change direction. Okay, understand? Yes. Next, type of feathers. ഇനി ബേർഡ്സിൻ്റെ ഫെതേഴ്സ് 3 ടൈപ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്ലൈറ്റ് ഫെദർ, ഡൗൺ ഫെദർ ആൻഡ് ബോഡി ഫെദർ. ഓക്കെ. അപ്പോൾ ഈ ഫെതേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫ്ലൈറ്റ് ഫെതേഴ്സ്. Flight feathers
ഹെൽപ്പ് എ ബേർഡ് ടു ഫ്ലൈ. ബേർഡ്സിനെ പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഫ്ലൈറ്റ് ഫെതേഴ്സ്. ദേ ആർ ലോങ് ആൻഡ് ഫ്ലാറ്റ്. ഓക്കെ, ദേ ആർ ലോങ് ആൻഡ് ഫ്ലാറ്റ്. നല്ല ലോങ്, കുറച്ച് നീളം കൂടുതലായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഡൗൺ ഫെതേഴ്സ് കീപ് ദ ബേർഡ് വാം. ഡൗൺ ഫെതേഴ്സ് എന്താണ്? അത് നല്ല വാം കണ്ടീഷന് എന്താ പറയുക, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഡൗൺ ഫെതേഴ്സ്. ദേ ആർ ഷോർട്ട്, അത് ചെറുതായിരിക്കും അതിൻ്റെ ഷെഫി. ഓക്കെ, ബോഡി ഫെതേഴ്സ് കവർ ദ ബോഡി ഓഫ് ദ ബേർഡ്സ് ആൻഡ് ഗീവ് ഷേപ്പ് ടു ഇറ്റ്. ബോഡി ഫെതേഴ്സ് എന്താണ്? ആ ബേർഡിന് നല്ല ഷേപ്പ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? There are 3 types of feathers: flight feathers, down feather and body feather. Okay, next, beaks of bird. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷികളുടെ കൊക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ്, ബേർഡ്സ് ഹാവ് നോ ടീത്ത്. നമ്മളെ പോലെ എന്തില്ല? ബേർഡ്സിന് ടീത്ത് ഇല്ല. ബട്ട് ദേ ഹാവ് ബീക്സ്. ദേ യൂസ് ദെയർ ബീക്സ് ടു ഗെറ്റ് ഫുഡ് ടു ഈറ്റ്. അപ്പോൾ ഈ ബീക്സ് ഉപയോഗിച്ചിട്ടാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് കൊത്തിയെടുക്കുന്നതും അതുപോലെ ഇരയെ പിടിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എന്താണ് ഈ ബീക്കിലാക്കിയിട്ട് കളക്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഇട്ട് കൊടുക്കും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്നത് എന്താണ്? ബീക്സ് ആണ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീക്സ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ബീക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ്, സ്പാരോ, പീജിയൻ, പീകോക്ക് ആൻഡ് ഫിനച്ച് ഇറ്റ് ഹാർഡ് നട്ട്സ്, ഗ്രെയിൻസ് ആൻഡ് സീഡ്. കണ്ടോ, സ്പാരോ, പീജിയൻ, പീകോക്സ്, ഫിനച്ച് ഒക്കെ എന്താണ്? അവരുടെ ബീക്ക് നല്ല ചെറുതായിരിക്കും, എന്നാലോ നല്ല ഹാർഡായിരിക്കും. അവർക്കിങ്ങനെ ഗ്രെയിൻസ് കൊത്തി കൊത്തി എടുക്കാൻ തക്ക രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് പേജ്. പാരോട്സ് ആൻഡ് പാരാക്കിഡ്സ് ഹാവ് എ സ്ട്രോങ് കർവ്ഡ് ബീക്ക്. പാരോട്സിനും അതുപോലെ പാരാക്കിഡ്സിനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ വളഞ്ഞിട്ടുള്ള ബീക്കായിരിക്കും. ദീസ് ഹെൽപ്പ് ദം ടു ക്രാക്ക് നട്ട്സ്. ഗ്രെയിൻസ് ഒക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റിയ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബീക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ബേർഡ്സ് ലൈക്ക് ഈഗിൾസ്, വൾച്ചർ, കൈറ്റ്സ്. ഈഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരുന്ത്. വൾച്ചർ എന്ന് പറഞ്ഞാലോ അറിയോ? ഡെഡ് ആനിമൽസിനൊക്കെ ഇങ്ങനെ കൊത്തി കീറി കഴിക്കുന്ന നമ്മൾ ആനിമൽസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പരുന്തിനേക്കാൾ വലിയ പക്ഷി, ഗരുഡൻ എന്നൊക്കെ പറയും. അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീക്കായിരിക്കും. ഒരു കത്തിയേക്കാളും എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. അതിന് എന്താണ്? ടിയറിങ് ദ ഫ്ലഷ്. മാംസങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് കീറി കഴിക്കാൻ ഒറ്റ ഹെൽപ്പ് ചെയ്തായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഡക്ക്, ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക്. ഡക്കിന് എന്തായിരിക്കുന്നത്? നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ബീക്കായിരിക്കും. അതെന്താണ്? നല്ല ചെളിയിലൊക്കെ മഡി വാട്ടറിലൊക്കെ ഇങ്ങനെ കൊത്തി കീറി അതിനെ കൊത്തി ചെറിയ ചെറിയ ഞാഞ്ഞൂൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എർത്ത് വാംസ്, ചെറിയ ചെറിയ മോംസ്, അതിനൊക്കെ കൊത്തിയെടുക്കാൻ പറ്റിയ രീതിയിലായിരിക്കും. അതാണ് ബോർഡ് ആൻഡ് ഫ്ലാറ്റ് ബീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ്, ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ അറ്റ് ആൾ. നെക്സ്റ്റ്, നമുക്ക് എല്ലാ ബേർഡ്സിനും പറക്കാൻ കഴിയില്ല. വിങ്സ് ഉണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ബേർഡ്സ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലൈറ്റ്ലെസ് ബേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബേർഡ്സ് ഡു നോട്ട് ഫ്ലൈ അറ്റ് ആൾ. ദേ മൂവ് വിത്ത് ലാൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ലെഗ്സ്. അതെങ്ങനെ മൂവ് ചെയ്യുന്നത്? ആ ബേർഡ്സിൻ്റെ എന്താ പറയുക, ലെഗ്സ് ഉപയോഗിച്ച്. ഓക്കെ, ദേ ആർ കോൾഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. അത്തരം ബേർഡ്സിനെ എന്ത് പറയുക? ഫ്ലൈറ്റ്ലെസ് ബേർഡ് എന്ന്. ദാറ്റ് ഫോർ എക്സാമ്പിൾ, എക്സാമിന് ചോദിക്കൂ കേട്ടോ. എക്സാമ്പിൾ, കിവി, ഓസ്ട്രിച്ച്, പെൻഗിൻ ആൻഡ് യമു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് അക്വറ്റിക് ബേർഡ്സ്. അക്വറ്റിക് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന ബേർഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡക്ക്, സ്വാൻ, ഗൾ, പെലിക്കൻസ്, ക്രെയിൻ ആൻഡ് ക്രെയിൻസ് ആർ അക്വറ്റിക്. വെള്ളത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ പറയുക, ലഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്. വെബ്ഡ് ഫീറ്റ് ആയിരിക്കും, ഇങ്ങനെ പരന്ന് ഫീറ്റ് ആയിരിക്കും. വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് സമയം നീന്തി കളിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു ഫീറ്റാണ് അവർക്ക് സൃഷ്ടിയിൽ തന്നെ ദൈവം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദിസ് അക്വറ്റിക് ബേർഡ്സ്? യെസ്. നെക്സ്റ്റ് വി ആർ സ്റ്റഡീഡ് ദാറ്റ് നെസ്റ്റ് ഓഫ് ബേർഡ്സ്. ഓക്കെ, നെസ്റ്റ് ഓഫ് ബേർഡ്സ് ലൈക്ക് ആസ് ബേർഡ്സ് ഹോം. ബേർഡ്സ് ഹോമിന് നമ്മൾ ഹൗസ് എന്നോ ഹോം എന്നോ എന്നല്ല പറയുക. എന്താ പറയുക? നെസ്റ്റ്, കൂടെന്നാ പറയുക, അല്ലേ? ബേർഡ്സ് ഹോം ഓഫ് ബേർഡ്സ്, ദ ഹോം ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് നെസ്റ്റ്. ഇനി നമ്മൾ ഓരോ ബേർഡ്സിൻ്റെ നെസ്റ്റിനെ കുറിച്ചും എന്തിനാണ് ബേർഡ്സ് നെസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ, അതിൽ ഇവിടെ ഒരു കാര്യമുണ്ട്, റീഡ് ടു നോ.
ബാറ്റ് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, ബീറ്റ്. ബാറ്റ്സ് ആർ ദ ഓൺലി ആനിമൽ അതർ ദാൻ ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ് ദാറ്റ് ക്യാൻ ഫ്ലൈ. ബാറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരേ ഒരു ആനിമൽ അതർ ദാൻ ഇൻസെക്ട്സ് ദാറ്റ് ക്യാൻ ഫ്ലൈ. ഫ്ലൈ ചെയ്യുന്ന ഒരേ ഒരു ആനിമൽ ഏതാണ്, ബാറ്റ് ആണ് കേട്ടോ. ദെൻ ലേ ആൻഡ് ഹാച്ച് ലെഗ്സ്. ലേ ആൻഡ് ഹാച്ച് ലെഗ്സ്. ഫസ്റ്റ് എന്താണ്, നെസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത് അല്ലേ. നെക്സ്റ്റ് പ്രൊട്ടക്ട്സ് ദെയർ ലെഗ്സ് ആൻഡ് നെസ്ലിംഗ് ഫ്രം എനിമീസ്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബേർഡ്സിന്. ഓക്കെ. നെക്സ്റ്റ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം ഹാർഷ് വെതർ. നല്ല ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സ്പാരോ. ഇനി ഓരോ ബേർഡ്സിൻ്റെയും എന്താ പറയുക നെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. സ്പാരോ, ഇറ്റ് മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ഇൻ ഹൗസസ്, ട്രീസ് ആൻഡ് അതർ പ്രൊട്ടക്റ്റഡ് പ്ലേസ്. ഇപ്പോൾ എന്താ പറയുക, നെസ്റ്റ് കൂടിൽ നിന്നും ആണ് എന്ത് ചെയ്യുന്നത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കൂട് പക്ഷികൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മെറ്റീരിയൽസ്, ഏതെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് സ്പാരോ കൂടുണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽസ് ഈസ് യൂസസ് ടു മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ആർ മെയിൻലി ഗ്രാസ്, ലീവ്സ്, സ്ട്രോ ആൻഡ് കോട്ടൺ. ഏതൊക്കെയാണ്, ഗ്രാസ്, ലീവ്സ്, സ്ട്രോ ആൻഡ് കോട്ടൺ. നെക്സ്റ്റ് ടൈലർ ബേർഡ്, പേരിൽ തന്നെ വ്യക്തമാണ്, തുന്നൽക്കാരി പക്ഷി. ദി സ്വീസ് ഇറ്റ്സ് നെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബീക്ക്. ദ മെറ്റീരിയൽസ് ആൻഡ് യൂസസ് ടു മേക്ക് ഇറ്റ്സ് നെസ്റ്റ് ആർ ത്രെഡ്, വൂൾ ആൻഡ് വെജിറ്റബിൾ ഫൈബേഴ്സ്. ത്രെഡ്, വൂൾ ആൻഡ് വെജിറ്റബിൾ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൈലർ ബേർഡ് കൂടുണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൾച്ചർ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഡെഡ് ആനിമൽസ്. ദിസ് ദ വൾച്ചർ യൂസിങ് നെസ്റ്റ് ലുക്സ് ലൈക്ക് ഷോളോ കപ്പ്. ഒരു കപ്പ് പോലെ ആയിരിക്കും. വലിയ മരത്തിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ആ ടിങ്സ് ഉപയോഗിച്ച് വലിയ മരത്തിൻ്റെ മുകളിൽ ആണ് എന്ത് ചെയ്യുന്നത്, കൂടുണ്ടാക്കുന്നത്. നെക്സ്റ്റ് വുഡ്പെക്കർ. വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ മരംകൊത്തി എന്താ ചെയ്യുന്നത്, അങ്ങനെ അതിൻ്റെ കൊക്ക് ഉപയോഗിച്ച് കൊത്തിയാണ് എന്ത് ചെയ്യുന്നത്, കൂടുണ്ടാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വീവർ ബേർഡ് എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാരി പക്ഷി. നല്ല ഭംഗിയുള്ള കൂടാണ് എന്ത്, വീവർ ബേർഡ് ഉണ്ടാക്കുന്നത്. ദിസ് ദ ഗ്രാസ് ആൻഡ് ടിങ്സ് ടു മേക്ക് ഇറ്റ്സ് നെസ്റ്റ്. ദ നെസ്റ്റ് ഈ സ്ട്രോങ് ആൻഡ് ബിഗ്. അതുപോലെ എൻട്രൻസ് എന്താ, ഒരു റൗണ്ടായിട്ട് നല്ല ഒരു ഭംഗിയുള്ള കൂടാണ് വീവർ ബേർഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നെസ്റ്റിനെ കുറിച്ചും ബേർഡ്സിനെ കുറിച്ച്, ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ്, ബീക്സ്, ഫെതേഴ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഫെതേഴ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇതോടുകൂടെ ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അതിലെന്തായിരിക്കും, നമ്മുടെ ടെക്സ്റ്റ് വർക്ക് എല്ലാം മിസ് കവർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കാണണം. അപ്പോൾ ഇന്നലെ ഒരു പ്രോബ്ലം ഉണ്ടായി, എൻ്റെ ഫോൺ പെട്ടെന്ന് ഹാങ് ആയിപ്പോയി. അത് കാരണം എന്താണ്, പെട്ടെന്ന് ഹിന്ദി ക്ലാസ് ആണ് നിങ്ങൾക്ക് പിന്നെ സെൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ റീ ആയിട്ട് വേറൊരു ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പം നന്നായി പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ബൈ.